മമ്മൂക്ക അടുത്ത് വന്ന് ഇങ്ങനൊരു എനിക്ക് കത്ത് വരുന്നുണ്ട്, ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് ഈ മുത്താരംകുന്ന് വിയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത്. 85 ജൂണിൽ മുത്താരംകുന്ന് PO റിലീസാവുന്നു. ഇതാ നവംബറിൽ റിലീസാവുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം അതിനകത്ത് വരികയും ചെയ്തു. ഒരു 5-6 സിനിമകൾ ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യുമ്പോൾ ഇവരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോയവർ എന്നൊരു തോട്ടിൽ അത് രേഖയിലേക്ക് എത്തിയതും. കറക്റ്റ് സിങ്ക് വരുന്നിടത്ത് ഇതിൻ്റെ പുറയിൽ നിന്നാണ് ഷോട്ട് വെച്ചേക്കുന്നത്. കുറച്ച് പറഞ്ഞു, പിന്നെ കുറച്ച് AI ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ സാർ ലിപ്പ് കുറച്ച് AI ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും. അതേ അവസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി, ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും, ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല. ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ എന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം തരാം, ജഗദീഷ് അന്ന് എങ്ങനെ ഇരിക്കണം അതേപോലെ തന്നെയാണ് ഇപ്പോഴും. നമുക്കൊക്കെ എപ്പോഴും അത്ഭുതം തോന്നുന്നതാണ്, ഇപ്പോഴും അതേപോലെ യങ്ങായിട്ടിരിക്കുന്നതാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒന്ന് ആദ്യം ഒരു നന്ദി പറയണം. പ്രത്യേകിച്ച് ഈ സിനിമ ഇന്ന് 11ാമത്തെ ദിവസം. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ ഒക്കെ നോക്കിയാൽ അറിയാം, 11ാമത്തെ ദിവസവും എല്ലാ ഷോയും അത്യാവശ്യം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ സിനിമ ഇത്രത്തോളം ഏറ്റെടുത്ത ഞാനും രാമും കൂടി ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ തിയേറ്ററിൽ ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചിന്തിച്ച പോലെ വിചാരിച്ച പോലെ ഈ സിനിമ ഇത്രത്തോളം സ്വീകരിച്ച പ്രേക്ഷകരോട് ആദ്യം നന്ദി പറഞ്ഞ് തുടങ്ങുന്നു. അതിൻ്റെ ഒപ്പം മീഡിയാസ്, ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 11 ദിവസമായി. 11 ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ നിറഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ പല ഇവൻറ്റ്സുകളും ഇപ്പോൾ നടന്നു. എല്ലാ ഇവൻറ്റ്സിലും നിങ്ങൾ വരികയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തനമായിരുന്നു ഞാൻ കഴിഞ്ഞ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോടുള്ള നന്ദിയും ആദ്യം പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ സംഭവിക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് പേരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൽ മമ്മൂക്ക ഉൾപ്പെടെ ബാക്കിയുള്ള മമ്മൂക്ക ഇവിടെ ഇല്ല, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഞാൻ സിനിമ കണ്ട് വളർന്ന സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമകൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയായിട്ടുള്ള ഈ ലെജൻസ് എൻ്റെ ഒപ്പം, ഞങ്ങളുടെ സ്വപ്നത്തിനൊപ്പം ഞങ്ങളെപ്പോലെ 2 പുതിയ ആൾക്കാർ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റ് പരിപാടി വരുത്തി ഒരു സിനിമ ചെയ്യാൻ സമ്മതിച്ച ഇവരെല്ലാവരോടുള്ള നന്ദി ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പറയുകയാണ്. വിജയകുമാർ സാറുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, കമൽ സാറുണ്ട്, സിബി സാറുണ്ട്, മോഹൻ ചേട്ടനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ ആദ്യം മുതൽ ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ വന്ന കാലം തൊട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആളാണ് രമേശ് ചേട്ടൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൻഡ്രോ ചേട്ടൻ എവിടെയുണ്ട്. ആൻഡ്രോ ചേട്ടൻ സ്റ്റേജിൽ വരില്ല. ആൻഡ്രോ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ നടന്നത്. അതിൻ്റെ ഒപ്പം വേണു സാറ്, അതിന് ഒപ്പം വേണു സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രമേശ് ചേട്ടനോട് ഞാൻ ആദ്യം ഇതിൻ്റെ വേറെ ചെറിയൊരു വേർഷൻ ഈ സിനിമയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്തെ ഒരു വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ രമേശ് ചേട്ടൻ്റെ കുറേ സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രമേശ് ചേട്ടനെയും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്. രമേശ് ചേട്ടാ, ജോഫിൻ ഏകദേശം ഒരു 4 കൊല്ലം അടുത്ത മുമ്പാണ് ഇതിൻ്റെ ഒരു വളരെ രത്നച്ചുരുക്കമായിട്ടുള്ള രൂപരേഖയായിട്ടുള്ള കഥ പറയുന്നത്. ഈ കഥകൾ കേൾക്കുമ്പം അതിൻ്റെ ഒരു പോസിബിലിറ്റി, ഇതിലൊരു പ്രായോഗികത എത്രയാണ്. കാരണം പ്രായോഗികത പറഞ്ഞാൽ കഥാപരമായിട്ടല്ല, ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം. അപ്പം ജോഫിൻ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല, ഈ സിനിമകളെല്ലാം ആളുകൾക്ക്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചില കവർ സോങ് ഒക്കെ പാടുമ്പോൾ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത്, അത് ചെന്ന് തുടരുതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചുള്ള സിനിമകളിൽ ഒന്ന് തൊടുക എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ്. അപ്പോൾ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ്. അതിൽ അത്രയും ഓൾട്ടർനേറ്റ് ആയിട്ട് കാര്യങ്ങൾ കടന്നു വരിക, അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിൻ്റെ പാട്. ജോഫിൻ ഇപ്പോൾ പറഞ്ഞു, ആദ്യം കഥ പറഞ്ഞു എന്ന്, പക്ഷേ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാമും ജോഫിനും ഒക്കെ കൂടെ ഈ കഥ ഇത്രയും, ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ. ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് മുത്താരംകുന്ന് വ്യൂ എന്ന് പറയുന്ന സിനിമയെന്നാണ്. അതിൻ്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടൻ്റെ
കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ജഗദീഷ് ഏട്ടൻ രണ്ടു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല. അതൊരു പൊതു തത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, കമൽ, 7 ആർട്സ് വിജയകുമാർ, 7 ആർട്സ് മോഹൻ. ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ 7 ആർട്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ്. 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത്. പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം. അതോടൊപ്പം അതൊരു ബിസിനസ്സാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ, ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, ചേംബറിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള വർത്തിച്ചിട്ടുള്ള 7 ആർട്സ് വിജയകുമാർ. കമലിനെ കുറിച്ച് നമുക്കറിയാം. അക്കാഡമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലുമൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ. സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിൻ്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ. സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സിബി എല്ലാ കാലത്തും, സിബിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓടരുത് അമ്മാവ് ആളറിയാമെന്ന് എൻ്റെ 2ാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ. ഓടരുത് അമ്മാവ് ആളറിയാമെന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഊഹിക്കാം. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തേതെല്ലാം തെറ്റാണെന്നും അന്നത്തേതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ, കുറേ സൗകര്യങ്ങൾ, കുറേ സൗന്ദര്യങ്ങൾ ബന്ധങ്ങളിലുണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ. പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റേതാണ്. കഥ എൻ്റേതാണെങ്കിലും മുത്താരം കുന്നിൻ്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ്. എൻ്റേത് വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള, മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ്. എൻ്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിൻ്റെ കഥയുണ്ട്. ഈ ഫയൽമാൻ്റെ കഥയുണ്ട്, ഫയൽമാൻ്റെ മകളുണ്ട്, ഫയൽമാൻ്റെ മകളുടെ പ്രേമമുണ്ട്. അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ്, സമ്പത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇനി രമേശിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുവിൻ്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു. ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റിൽ അഭിനയിച്ചു. അതൊരു വൻ ഹിറ്റായി തീർന്നു. ആ പ്രീസ്റ്റിൻ്റെ സമയത്ത് തന്നെ ജോഫിനെയും ഈ ആൻറ്റോയും അല്ലെങ്കിൽ വേണു കുന്നപ്പള്ളിയൊക്കെ അടുപ്പിച്ചതിൻ്റെ ഒരു കാര്യം ജോഫിൻ്റെ കഴിവ് മാത്രമല്ല, വിനയമുള്ള, വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം, ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക, അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞപ്പോൾ ഈ രമേശ് സൂചിപ്പിച്ചതുപോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ്. ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു. പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങളെല്ലാവരും കണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പോൾ 2 പ്രാവശ്യം, അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യവും എനിക്കുണ്ടായി. അതും കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി.
ഇനി രമേശിലേക്ക് മൈക്ക് കൈമാറുന്നു. ചോദ്യങ്ങളുടെ ഉത്തരമായി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതിന് ഈ സമയമൊന്നും പോരാ. എന്നാൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യത്തിന് പരിമിതികളൊന്നുമില്ല, ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നില്ല, ഇന്നതേ ചോദിക്കാവൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിയുന്നതും ഈ ചിത്രവുമായിട്ടും ഈ ചിത്രത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു പിന്നിലുള്ള കഥയും ബന്ധപ്പെടുത്തി ചോദിച്ചാൽ നന്നായിരിക്കും എന്ന അഭ്യർത്ഥനയോടെ രമേശ്. അല്ലെ, ജോഫിൻ ഈ പടം ചെയ്യുമ്പോഴും ഇപ്പം കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്തുകൊണ്ട് കലാകാരനാവണമെന്ന് ആഗ്രഹിച്ചു, അല്ലെ ജോഫിൻ സിനിമയാണെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടുന്ന, നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നതിനപ്പുറം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്തെത്താനും നിങ്ങളോടൊക്കെ സംവേദിക്കാനുമുള്ളൊരു അവസരം കലാകാരനായതുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പം ഞാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമാ മാഗസിനുകളിലോ ഉള്ള നിശ്ചല ചിത്രങ്ങൾക്ക് അപ്പുറം ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഞാനും ജോഫിനും ഉൾപ്പെടുന്ന ഒരു ബാച്ച് വളർന്നു വന്നിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ കാതോട് കാതോരത്തിൻ്റെ ലൊക്കേഷനൊക്കെ അവതരിപ്പിക്കുമ്പം കമൽ സാറിൻ്റെ മകനാണ് കമൽ സാറിൻ്റെ ചെറുപ്പക്കാരനായിട്ട്. അത് AI അല്ല. ഒരാൾ എന്നോട് ചോദിച്ചു അത് AI ആണോ ചെയ്തേക്കുന്നതെന്നുള്ളത്. അത്ര രൂപസാദൃശ്യം ഉണ്ടല്ലോ. അപ്പം ആ ലൊക്കേഷൻ, സാറ് തിയേറ്ററിൽ പടം കണ്ടോ, ആ ലൊക്കേഷൻ വീണ്ടും കാണുമ്പോൾ അതിന് എന്തുമാത്രം ആ ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ സാമ്യത ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് സാമ്യമുണ്ട്. ഞാൻ വിചാരിച്ച് റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഇവിടെ വെച്ച് ചോദിക്കണമെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് പള്ളി, ആ പള്ളി അതേ പള്ളി തന്നെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്? അല്ല, നമ്മൾ പള്ളി അത് CG ആണ്. CG ആണ്. അതെ. അയ്യോ, കാരണം തരുമോ അതേപോലെ തന്നെയുണ്ട്. നിങ്ങൾ കാതോട് കാതോരം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സെയിം സ്റ്റെപ്സ്, അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാം ഇതുണ്ട്. ഞാനിപ്പോൾ മോഹൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു ഷൂട്ട് ചെയ്ത്? കറക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം തിരുമടിക്കുന്ന് പള്ളി. അത് ആ പള്ളിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുതിയ വേർഷൻ. അതെ, അത് അത്രമാത്രം സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും, കാരണം അത്രമാത്രം ഇവർ റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് എനിക്ക്. ഞാൻ ഓർക്കുന്നത് ഇവർ 3 വർഷമായിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ അടുത്ത് ആദ്യം 3 വർഷമായിട്ടും. അത് ഇവർ രണ്ടുപേരും തന്നെ, രാമും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ അത് ജോൺ പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്കിള് ജോൺ പോൾ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ കാര്യം. അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്തത് ഇത് എങ്ങനെ വർക്കാവുന്നു. കാര്യം നമുക്കൊരു അത്ഭുതം, എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത്, പിന്നെ അതിൻ്റെ മർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും, ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ ആസിഫിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല. ഇത്രമാത്രം ഡീറ്റെയിലിംഗ് ആ ഇതിൽ കാതോട് കാതോരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടായി. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാതോട് കാതോര ഷൂട്ട് ചെയ്ത, പ്രത്യേകിച്ച് ഭരതേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ. പിന്നെ വിജയകുമാറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഈ 7 ആർട്സിൻ്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതോരം. അതൊരു വലിയതാണ്. കാരണം ഭരതേട്ടനിൽ നിന്ന് തുടങ്ങി അല്ലേ, അതൊരു വലിയ ബാനറായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാലോ, പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, ഇത് 3 ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തമാശ. ഈ 3 പടങ്ങളും നന്നായിട്ട് വന്നു. അതുകൊണ്ട് 7 ആർട്സ് എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്തു. അപ്പോൾ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ. അങ്ങനെ ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു. കാതോട് കാതോരത്തിന്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എൻ്റെ ഓർമ്മ. അതെ അല്ലേ, ചിലമ്പ്. അത് മോഹൻ പറയണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എക്സൽ കോംപ്ലക്സിലാണെന്നുള്ളത്. SL കോംപ്ലക്സിൽ ഒരേ സമയത്ത് 7 ആർട്സിന്റെ 4 ഫിലിം ഓടിക്കുന്ന കോംപ്ലക്സിൽ ഒരു യുണീക്ക്. കാരണം കാതോട് കാതോരം കണ്ടിന്യൂ ചെയ്യുന്നു. പഞ്ചാഗ്നി 200 ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ ഓടിക്കും. ചിലമ്പ് അവിടെ റിലീസാകുന്നു. അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെന്റ്. അത് വേറെ തമാശ വെച്ചാൽ ഭരതേട്ടന്റെ 2 പടം, ഹരൻ സാറിന്റെ 2 പടം, 2 ഡയറക്ടർമാരെ 2 പടം അറ്റ് എ ടൈം കളിക്കുക എന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല. എങ്ങനെയാ ഒരു വിശ്വാസം തോന്നി? ആ സിനിമ എടുക്കുന്നു, അതിന് ഇത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അല്ല, അവിടെ വിജയകുമാർ സാറിനോട് ചോദിച്ചത്. ഈ സിനിമ വന്നപ്പോ സാറിന്റെ ആ സിനിമയിലെ ഒരു അനുഭവം നമ്മൾ എടുക്കുവാണല്ലോ. ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യാണല്ലോ. കുറച്ചൊന്നും അല്ല, കുറെ അധികം അതിന്റെ കൺട്രോളർ, നിർമ്മാതാവ്, ഒരുപാട് കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത്. ഇപ്പൊ സിനിമ കാണുമ്പോൾ ഓക്കെ, കാണുന്ന എല്ലാവർക്കും അത് ഓക്കെയാണ്. പക്ഷെ ഈ കഥയായി കേൾക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയായിട്ട് തോന്നിയത് എങ്ങനെയാണ്? അതിനെ എൻ്റെ ഒരു ആൻസർ വെച്ചപ്പോൾ കാതോട് കാതോരം സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ബാക്ക്ഡ്രോപ്പ്, ഇതൊരു സീക്വൽ അല്ല, ടേക്ക് ഓഫ് അല്ല. ആൻഡോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം
ആദ്യമായിട്ട് ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആൻറ്റോ പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ റീമേക്ക് എന്ന് പറഞ്ഞ് സീക്വൽ ആകാം, പ്രീക്വൽ ആകാം, രണ്ടും ആകാം. അപ്പോൾ ഇത് വല്ലതുമാണ്. അപ്പോൾ ആൻറ്റോ എന്തോ ആൻറ്റോ അല്ല, അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് വെച്ച് നമ്മൾ ഡ്രസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആൻറ്റോയ്ക്ക് എന്താ ഇപ്പോൾ ഇങ്ങനൊരു കാതോട് അതിനെ ബേസ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫിലിം തുടങ്ങിയില്ലയോ, ആൻറ്റോ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്യും. ഇതിന് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ഫോർമാലിറ്റി ഒന്നും പേടിക്കേണ്ട, ആൻറ്റോ അതുകൊണ്ട് പ്ലാൻ ചെയ്യുക. അല്ല, എനിക്ക് എൻ്റെ ചില മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് സംഭവം വേണം, എൻ്റെ ആർട്ട് ഡയറക്ടർ വരും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളതെല്ലാം തരാം. ഭാഗ്യത്തിന് ആൽബം ഉണ്ട്, പക്ഷേ ആൽബത്തിൽ പല ഫോട്ടോസും സ്റ്റക്കായിപ്പോയി. ഊട്ടി എത്ര വർഷമായി, 40 വർഷമാകുന്നു. അപ്പോൾ ആ ആൽബം ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ സേഫ്. അങ്ങനെ വട്ട് എവർ മെറ്റീരിയൽ, വട്ട് എവർ അവൈലബിൾ, ആൻറ്റോ അങ്ങോട്ട് എടുക്കുക, പടം കൊണ്ട് നടക്കട്ടെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. ആ ഫോട്ടോസാണ് ഇപ്പോൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ്ലി, പടം തുടങ്ങി പടം റിലീസാവുന്നവരെ സത്യത്തിൽ ഈ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയും എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഞാൻ മദ്രാസിൽ താമസമായതുകൊണ്ട് ഇവിടെ വലിയ ഇൻട്രാക്ഷനും ഇല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാതോട് കാതോരത്തിലെ ക്യാരക്ടറും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം 100% ജസ്റ്റിഫൈഡ് ആയിട്ട് കൺവിൻസിങ് ആയിട്ട് വന്ന അതിമനോഹരമായ ഒരു പടമാണ് ഇത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ പടം ഒരു നല്ല മനോഹരമായ പടമാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ദ ഫിലിം ബൈ ഇറ്റ് സെൽഫ്, അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഒരു സസ്പെൻസ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ ആൻഡ് ഇൻഫാക്റ്റ് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഫിലിമിനകത്ത് കുറേ കൂടെ വയലൻസും ബഹളവും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇത് സാധാരണ നോർമലി, ബട്ട് ഇൻ ദിസ് ഫിലിം ഇറ്റ് ഈസ് മോർ ഓഫ് സ്ക്രിപ്റ്റിങ്ങിൻ്റെയോ അല്ലെ ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് തോന്നുന്ന രീതിയിൽ, അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിനെ പിടിച്ചിരുന്ന രീതിയിൽ ഒരു ഗ്രിപ്പ് കിട്ടണം. സോ ദാറ്റ് ഓൾസോ ഈസ് വർക്ക്ഡ് ഔട്ട്. സോ ഐ അപ്രീഷിയേറ്റ് ദി ടീം, ദി ഡയറക്ടർ, റൈറ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് കാസ്റ്റ് ആർട്ടിസ്റ്റ് ഹു ആർ പെർഫോംഡ്. ഒരു അതിമനോഹരമായ ഒരു പടമായി വന്നത് ഐ എം വെരി ഗ്ലാഡ്. കാതോട് കാതോരത്തിന് ഇപ്പോൾ ജഗദീഷ് മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിയർലി 40 years കാതോട് കാതോരത്തിനെ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാൻ, റിവൈവ് ചെയ്യാനും ഈ പടം ഒരു നിമിത്തമായി എന്നുള്ളത് ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് പ്ലഷർ. നല്ല സംഭവമാണ്. ആൻഡ് ഐ എം ഗ്ലാഡ് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാകാൻ സംഭവിച്ചു. താങ്ക് യു. സിബി സാർ സിനിമ ഉണ്ടായിരുന്നു സാർ? സിനിമയെ പറ്റിയുള്ള ആ സിനിമ കണ്ടു. ആ ഒരു മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമയുടെ ആ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശവും കത്തും അല്ലെങ്കിൽ ആ കാലത്തെ ലൊക്കേഷനും വീണ്ടും കണ്ടതിന് തീർച്ചയായിട്ടും, കാരണം ഇതിന് വല്ലാത്തൊരു കോയിൻസിഡൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇതിൻ്റെ സ്റ്റിൽസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാനും കമലും കൂടെ ഇപ്പോൾ MD സാറിൻ്റെ മരിച്ചെടുത്ത് തിരിച്ചു വരുമ്പോൾ കമൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു, ഈ കാതോട് കാതോരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. അതിനകത്ത് കമലായിട്ട് തന്നെ അഭിനയിച്ചു, മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോഴും മുത്താരംകുന്നൻ്റെ ഒരു റെഫറൻസ് ഒന്നും കമലിനും അറിയില്ലല്ലോ. ആൻഡോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഈ പടം ഒന്ന് കാണണം, സാറും ഈ സിനിമയിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ലോ, പിന്നെ എങ്ങനെ ഞാൻ കഥാപാത്രമാകുന്നതെന്ന് വിചാരിച്ചു. ഏതായാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസൊക്കെ മനസ്സിലായത്. ഞാൻ പറഞ്ഞു വരുന്ന കോയിൻസിഡൻസ്, ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി 9 കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 7 ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ്. കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാം കൂടെ എന്നെ വിളിച്ചു കൂട്ടി, അവരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടിട്ട് അവർ ആവശ്യപ്പെട്ടത് എൻ്റെ 40ാമത്തെ വർഷം, സിനിമയിലെ 40ാമത്തെ വർഷം ആഘോഷിക്കണം, അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല, അത് വേണമെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് പിന്നീട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിലെ ഒരു ലാൻഡ്മാർക്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്കോ വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ജഗദീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഗദീഷ് ആദ്യത്തെ ഇതിൻ്റെ ഒരു കഥാബീജം പറയുകയും ശ്രീനിവാസൻ അതിൽ നിന്നും അതിൻ്റെ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ ശ്രീയുടേതായിട്ടുള്ള ചില ഇൻപുട്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന പ്രയോഗം പിന്നീട് മമ്മൂട്ടി തന്നെ ആ കത്തുകളെല്ലാം ഡബ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തുകയാണ്.
ഞാനന്ന് മമ്മൂട്ടി അന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്തിന് അപ്പുറത്ത് എവിടെയോ നടക്കുകയാണ്. പത്മനാഭൻ സാറിൻ്റെ പടമാണ്. ഞാൻ അവിടെ പോയി നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഒരു മടിയില്ലാതെ വന്ന് നേരെ ആ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഇത് ഫുള്ളായിട്ട് ഡബ് ചെയ്ത് തരികയും ചെയ്തു. ആ മമ്മൂട്ടി ചേട്ടൻ എന്ന പ്രയോഗം അന്നത്തെ കാലത്തും ആ സിനിമയുടെ രസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടൊരു, കാരണം മമ്മൂട്ടി അന്നൊരു വലിയ ഒരു സൂപ്പർ താരത്തിൻ്റെ പദവിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ഫാനിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു പ്രചോദനം അത് തന്നെയാണ്, ആ സ്റ്റാർഡം കൊണ്ട് തന്നെയാണ്. സിനിമ കണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ജഗദീഷിൻ്റെ കഥാപാത്രം വിളിച്ച് പറയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ മുത്താരംകുന്ന് അതിലേക്ക് കയറുന്നത്. ഈ KJ ഹൗസ് എന്നൊക്കെ പറയുന്നത് അന്ന് ജഗദീഷ് ആ കഥയിൽ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളെയും നമ്മുടെ പഴയ ഒരുപാട് ഓർമ്മകളെ തിരിച്ചു തന്ന വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണ് എനിക്കത്. താങ്ക് യു സർ, താങ്ക് യു. ഈ സിനിമയിൽ 7 ആർട്സിൻ്റെ ഓഫീസ് കാണിച്ചിട്ട് നേരെ മോഹൻചേട്ടനെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് വിജയകുമാരേട്ടനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ട് ഈ സിനിമയിൽ. കുറേ കൺട്രോളറായിട്ടുണ്ടല്ലോ, എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ട് എത്ര എണ്ണം ഉണ്ട് മോഹൻചേട്ടാ? ഇങ്ങനെ തല കാണിച്ച കുറെ സിനിമകളുണ്ട്. എൻ്റെ ഒരു സിനിമയിൽ ധനത്തിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് മോഹനാണ്. സാറിന്റെ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഡെഡ് ബോഡിയുടെ കൂടെ ഡെഡ് ബോഡിയുടെ മോനാ. അങ്ങനെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ഒരു തമാശ പോലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഇങ്ങനെ ആളില്ലാതിരിക്കുമ്പോഴൊക്കെ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയോട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്താ വെച്ചാൽ, ഞാൻ ഈ 7 ആർട്സ് മോഹൻ ഞാൻ പലർക്കും അറിയില്ല. ഈ 7 ആർട്സ് മോഹൻ എന്ന് പറഞ്ഞാൽ ആരാണിത്, പ്രൊഡക്ഷൻ കൺട്രോളാണെന്നും അല്ലെങ്കിൽ 7 ആർട്സിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണെന്നില്ല പലർക്കും അറിയില്ല. അപ്പോൾ ഈ സിനിമയോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഞാൻ 7 ആർട്സിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നു എന്നും 40 വർഷത്തോളം ഞാൻ സിനിമയിൽ, 40 ഞാൻ 45 വർഷമായി. എന്തായാലും ഈ സിനിമേൻ്റെ ഒരു കഥ വെച്ച് 40 വർഷം ഞാൻ സിനിമയിലുണ്ടല്ലോ. അപ്പോൾ 45 വർഷം ഞാൻ സിനിമയിൽ ലൈവായി നിൽക്കുന്നു എന്ന് എല്ലാവരും കാണിക്കാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ അഭിനയിക്കാൻ പറ്റും തോന്നുന്നുണ്ട്, അത് ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കാൻ. പിന്നെ ഈ സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്തുള്ള നല്ല ഓർമ്മകൾ കുറേ ഉണ്ടായി. ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് 7 ആർട്സിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു വിജയമത്സരം എന്ന് സിനിമ എടുക്കാൻ വന്ന് ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്ത്. അന്ന് തൊട്ട് 7 ആർട്സിൻ്റെ അവസാന പടം വരെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ ഈ സിനിമകളുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോഹൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ആവുന്ന പടവും കഥറും അല്ലേ? അല്ല സാർ, ഫസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ അന്ന് ഞാനതിന് മുമ്പ് ഭരതേട്ടൻ്റെ ഫിലിം തന്നെ ചെയ്തിട്ടുണ്ട്. ലോറി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. ലോറിയിൽ പക്ഷേ ഞാൻ ഒരു മാനേജർ മാത്രമായിരുന്നു. പക്ഷെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള പേര് അതിന് മുമ്പ് പടത്തിന് സത്യേട്ടൻ്റെ പടം അടുത്തടുത്തുള്ള സിനിമയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ സുപ്രിയയുടെ കുറേ ഫിലിം ചെയ്തിട്ടുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആണ്. അല്ല, ഇതിലെന്തോ ഈ കാതോടുകാതരത്തിനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇവൻ ജോഫിൻ ഇതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു, ചേട്ടാ ദേവദൂതർ പാടി എന്നുള്ള പാട്ട് മറ്റേ ചാക്കോച്ചന്റെ പടത്തില് എന്നാത്താം കേസ് കൂടുതല് വീണ്ടും വന്നിരിക്കുകയാണ്, അതിലെന്തെങ്കിലും സാധനങ്ങൾ, കാരണം ഇതിങ്ങനെ ഉരുട്ടി കൊണ്ടുവരുന്ന സമയത്താണ് ആ പാട്ട് വന്നത്. അപ്പം കഴിഞ്ഞതിന്റെ അങ്ങേ കൊല്ലം ആ പാട്ട് വീണ്ടും വരുന്നു, അത് ഗംഭീരമായിട്ട് ഹിറ്റാകുന്നു, ആ സിനിമ ഹിറ്റാകുന്നു. പിന്നെ അതെടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്തു, കണക്ട് ചെയ്തു. അതായത് വന്നു കഴിഞ്ഞ് കയറിയതാ അത്. കാരണം അതും അതിനകത്ത് ഞെട്ടിപ്പോയി അതാദ്യം കണ്ടപ്പോ എന്നുള്ളത്. ജോഫിന്റെ കൂട്ടുകാരൻ രാമു പറ. കാരണം ഇപ്പം ഈ ജോഫിൻ ഇത് ആദ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂട്ടത്തിലാന്നുള്ളത്. ജോഫിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഉടമസ്ഥനായിരുന്നു. സിനിമ പ്രൊമോഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഓൺലൈൻകാർ വരുന്ന സംഘത്തിലുള്ള ആളാണ് ജോഫിൻ. എൻ്റെ പടത്തിന്റെ പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജോഫിൻ ആ ഒരു മേഖല കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടുന്നാണ് ജോഫിൻ സിനിമയെ സ്നേഹിച്ചിട്ടാണ് അതിലേക്ക് വന്നതും എല്ലാം. അപ്പൊ ഇപ്പം ഈ ദേവദൂതറിന്റെ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഒറിജിനൽ പാട്ടിൽ വന്നിട്ട് അവിടെ ഇയാൾ നിപ്പുണ്ടോയെന്ന് നോക്കുന്ന എത്ര പേരുണ്ട് യൂട്യൂബിൽ. അങ്ങനെ ഒരു കമന്റും സംഘമൊക്കെ വന്നിട്ടുണ്ട്. ഇത് രാമുവിന് എവിടെ നിന്ന് തോന്നിയതാണിത്, ഈ ആശയം? ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 2013 ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വായമൂടി പേസ് എന്ന് പറഞ്ഞ തമിഴിൽ ബാലാജി മോഹൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് പ്ലേസ് ഷോക്ക് എന്ന് പറയില്ല, നമ്മൾ സെറ്റിലെത്തി കഴിയുമ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ളൊരു ഇടപെടൽ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ്
ഈ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ സിനിമയുടെ, നമ്മുടെ ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ. അത് എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടൊരു സംഗതിയാണ് ഇമോഷണലി. അന്ന് അത് തമിഴ് പ്രൊഡക്ഷൻ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്, ഇവിടുത്തെ കൊച്ചിയിലത്തെ കോർഡിനേഷൻ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് അവരുടെ എന്തോ ഇമോഷണലി അന്ന് ഹുക്കിങ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞാൻ പലവട്ടം കണ്ട സിനിമകളിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഗോഡ് ഫാദർ പോലെയൊക്കെ 100 വട്ടം കണ്ട സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് പിന്നിൽ നിൽക്കുന്നവരെയാണ്. അപ്പോൾ ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇവർ പല സിനിമകളിലും ഉണ്ട്. ഇവരെ ഞാൻ അപ്പോഴാണ്, അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവർ 5-6 സിനിമകൾ ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യുമ്പോൾ ഇവരെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോയവർ എന്നൊരു തോട്ടിൽ നിന്നാണ് അത് രേഖയിലേക്ക് എത്തിയതും. അത് ആ ചിന്ത എന്താ പറയുക വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഒരു പോയിന്റിലാണ് ഇങ്ങനൊരു ക്രൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജോഫിനും ഞാനും കൂടി കൊച്ചിയിൽ അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ്റർവെൽ സമയത്ത് ജോഫിനോട് ഈ ഒരു തോട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞു. അത് ജോഫിന് എന്തായാലും ചെയ്യണം നമുക്കത് ഇമ്മീഡിയറ്റ്ലി തുടങ്ങുന്നത്. അതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഈ എഴുതിയെഴുത്തിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് തന്നെയാണ് അത് തീർത്തിരിക്കുന്നത്. അത് ആദ്യം ചെയ്തു. അത് ചെയ്ത ശേഷവും ഈ AI മമ്മൂക്ക ഉണ്ടല്ലോ, AI മമ്മൂക്കനെ ഒന്ന് കാണണമല്ലോ. ഇത് കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന 100-200 കോടിയുടെ സിനിമകളിൽ പോലും AI ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ AI ചെയ്ത പോർഷനുകൾ പല ഘട്ടങ്ങളായിട്ട് ഇക്കെ കാണിക്കാൻ ജോഫിൻ വരികയും ആ AI പോർഷനുകൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് 6 മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി ഡബ് ചെയ്തത്. ആദ്യം സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് തീരുന്നായിരുന്നു. അത് പറ്റത്തില്ല, മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോവാണ്. അപ്പോൾ വെളുപ്പിന് തിരിച്ച് വിളിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുമതിയും അത് വേണുചേട്ടനും മാൻഡോ ചേട്ടനുമായിട്ടും എല്ലാവരും ഉള്ള സൗഹൃദത്തിൽ വന്നിട്ടുള്ളതാണ്. അല്ല, അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം ഉള്ളത്, ഞാനും രാമും മമ്മൂക്ക അടുത്ത് പോയിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരംകുന്ന് പിയോടെ ഇതുണ്ടായിരുന്നില്ല, അതിന് പകരം അവിടെ വേറൊന്നായിരുന്നു. അപ്പോൾ നമുക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ ഇവിടുന്ന് ശ്രീനിവാസൻ സാറും സിബി സാറും കൂടി വന്നിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് ഇങ്ങനൊരു എനിക്ക് കത്ത് വരുന്നുണ്ട്, ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അഭിനയിക്കേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് ഈ മുത്താരംകുന്ന് വിയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സാധനം കണക്ട്. അപ്പോൾ എല്ലാവരും എന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് ഇത്രയും ബ്രില്യൻ്റായി കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ്. മമ്മൂട്ടിയാണ് ഒരു കാരണമായതല്ലേ? അതെ, അതിലേക്ക് നിങ്ങളെ അത് അങ്ങനെ ഒരു റിയൽ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് പറഞ്ഞു തന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കര അതെ, അതാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാൻ മുത്താരംകുന്ന് പിയോയുടെ ഫൈനൽ പ്രിൻ്റ് ആയി കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്, അവിടെയാണ് പ്രിവ്യൂ ഷോസ് ഇടാറുള്ളത്. അപ്പം ഞാൻ ലിസി അന്ന് പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട്. വിജയകുമാർ കാതോട് കാതോദർ അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ്. അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുന്നുണ്ട്. വിജയകുമാർ അത് കാണാൻ നിന്നില്ല. അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനാലിലേക്ക്, ഒരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ്. അപ്പം കൃത്യമായിട്ടും ഇതിന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി. 85 ജൂണിൽ മുത്താരംകുന്ന് പിയോ റിലീസാകുന്നു, ഇതാ നവംബറിൽ റിലീസാകുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം അതിനകത്ത് വരികയും ചെയ്തു. അല്ല, അതിന് പറഞ്ഞു അത്രയും റെഫറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. ഓരോ സിനിമകളുടെ കാര്യം പറയും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പള്ളാശ്ശേരി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ തന്നെ അതൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം അന്നത്തെ കാലത്ത് നാന, അതിൻ്റെ റെഫറൻസ്, നാനയുടെ കുറേ സ്റ്റിൽസുകൾ കാണിച്ചു. പിന്നെ ജോൺ പോളിനൊക്കെ
അന്നത്തെ ജോൺ പോൾ. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തിരുന്നു, ഇപ്പോഴത്തെ അങ്കിളല്ല കേട്ടോ, അന്ന് അത്ര തടിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ജോൺ പോൾ അന്നത്തെ ജോൺ പോൾ ശരിക്കും ജോൺ പോൾ ആണ്. മാത്രമല്ല ഈ ജോൺ പോൾ സാറിന്റെ നമ്മൾ സഫാരി ചാനലിൽ ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ടല്ലോ, അപ്പം അതിലൊരു 2 ഡയലോഗ് ശബ്ദം വെക്കണം. നമ്മൾ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിമിക്രിക്കാരെ നമ്മള് ഡബ് ചെയ്തല്ലേ അത്? എനിക്ക് തോന്നി എന്ത് കറക്റ്റ് മാച്ചല്ലേ. എത്രയോ പേരെ പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ കറക്റ്റ് സിംഗ് വരുന്നിടത്ത് ഇതിന്റെ പുറയിൽ നിന്നാണ് ഷോട്ട് വെച്ചേക്കുന്നത്. കുറച്ച് പറഞ്ഞു പിന്നെ കുറച്ച് AI ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ സാർ ലിപ്പ് കുറച്ച് AI ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് കാരണം തരാം, ജഗദീഷ് അന്ന് എങ്ങനെ ഇരിക്കണം അതേപോലെ തന്നെയാണ് ഇപ്പോഴും. നമുക്കൊക്കെ എപ്പോഴും അത്ഭുതം തോന്നുന്നതാണ്, ഇപ്പോഴും അതേപോലെ യങ്ങായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജഗദീഷ് മാത്രമല്ല കേട്ടോ, മോഹനും അങ്ങനെ തന്നെയാണ്. അതിൽ വേറൊന്നും കൂടെ ഉണ്ട്. ജഗദീഷൻ പറഞ്ഞോ നിങ്ങളോട് തമ്മിൽ. അതില് ഈ ജഗദീഷ് ഏട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീഷ് ഏട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീഷ് ഏട്ടൻ, ഞാൻ ആ കുട്ടിക്ക് ഒരു കത്ത് എഴുതുന്ന കഥ എഴുതുമ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ യൗവനമാക്കിയിട്ടുണ്ട് ഒരു ഇച്ചിരി. ശബ്ദത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ഇത്തിരി ജഗദീഷ് നിത്യയുവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കാം? ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, പ്രിയദർശനാഥ പടത്തിൽ തന്നെ കുത്തില്ല എന്നുള്ള ഡയലോഗ് അത് അദ്ദേഹം കണ്ടുപിടിച്ചു വന്നതാണ്. പ്രിയദർശൻ മാറ്റിയെടുത്തി കൊടുക്കണം, അവിടെ ഒത്തിരി ഒമ്പാരൊക്കെ ഉണ്ട്, ഇത് എനിക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ട് അല്ലല്ല, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയുക ഡയലോഗ്സ് മുകേഷിൻ്റെതായിട്ടുള്ള ഒത്തില്ല, പുല്ല്, അതൊക്കെ മുകേഷിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എൻ്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിൻ്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പേരുകളാണ്, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിൻ്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അപ്പോൾ അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എൻ്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാൾ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസൻ. അപ്പം നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു, എവിടുന്ന് ധാരാസിംഗിനെ കിട്ടും? അത് വേറെ കാര്യമുണ്ട്. ഈ ദാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമേനെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ. അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ദാരാസിംഗ് അത് ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതുള്ള അല്ലല്ല, ആ കഥ അത് അങ്ങനെ അല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, പിന്നെ ഡയലോഗ് കറക്റ്റ് ചെയ്തേണ്ടി വന്നു. സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇതിൽ ഒരു മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതിൽ ദാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു, എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നുള്ളതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ദാരാസിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, സിബി ഫുള്ളി ബിസിയാണ്, ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പക്ക ഓൺലൈൻ ഉണ്ട്. അപ്പോൾ ആര് പോവും? അപ്പോൾ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞു, നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തനിച്ചോ? അന്ന് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിബി അതിൽ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ
ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിൻ്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാരാസിങ്ങിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ് പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇവിടുന്നുള്ളവർ ഇവരെയൊക്കെ പലരും പറയും 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ എന്ന് വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുതെന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000 റുപ്പീസ് തരാം. ശരിയാ. നിങ്ങൾ വിശ്വസിക്കില്ല, 25,000-നാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസന് സിബി ഞെട്ടി, 25,000-നോ? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. എൻ്റെ വാചകത്തിൻ്റെ മെഡിക്കിനേക്കാളും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ദാരാസിങ്ങിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിനേക്കാളും അല്പം ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിൻ്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരം കുഞ്ഞിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിൻ്റെയും ദേവാനന്ദിൻ്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകൻ്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്തെഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ച്, ഓ അത് ശരി. അപ്പോൾ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു. ഈ ദിലീപ് കുമാർ തന്നെ എഴുതി, അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്. അല്ല, ഇതിൽ നാന കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊരു നാന ഇങ്ങനെ തിരിച്ചു കാണിക്കുന്നതിൻ്റെ അകത്തെ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ ഹെഡിങ് നടൻ അഹങ്കാരമോ. എന്നിട്ട് മമ്മൂക്കയുടെ ആദ്യം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നാനയിലെ വാർത്ത എന്താന്നല്ല. ഓ അതിനകത്തും അത് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള നാനയിലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിനക്ക് എവിടുന്നാ ജോഫിനെ അത് കിട്ടിയത്? നടൻ അഹങ്കാരമോ? അല്ല, അത് പറയുന്നൊരു ആ ഒരു അന്നത്തെ കാലത്ത് ആ പത്ര സ്വഭാവവും മൊത്തത്തിലുള്ള ഒരു സംഭവം വെച്ച് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അതിനൊരു ഗോസിപ്പ് തന്നെ പ്രധാനം. അന്നും ഗോസിപ്പ് തന്നെയാണ് പ്രധാനം. ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ ഇടാറുണ്ടല്ലോ മറ്റേ ചില. ഇവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇവന് ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി. എന്റെയോ? ആസിഫ് അലി. ഓക്കെ, ആസിഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഫ് അലിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. ആസിഫ് അലിയുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കും പ്രേക്ഷകർ വരിക. ഇനി അടുത്ത ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. അതിലും ഭാഗ്യവശാൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലൊക്കേഷൻ വണ്ടിയുടെ പോകാൻ മൊത്തമായിട്ട് എടുത്താലാണ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. അദ്ദേഹം ലൊക്കേഷൻ വന്നാണ് സ്ക്രിപ്റ്റ് എഴുതുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ എഴുതി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് താഴ്ന്നു ഈ
ഈ ഷോർട്ട് ഡിവിഷനും ഒക്കെ ചെയ്തിട്ട് എപ്പോഴാണ് അത് ഷൂട്ട് ചെയ്യാനുള്ള ടൈമിംഗ് എങ്ങനെയാണ് അന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്? ഈ ജനറേറ്ററിൻ്റെ അല്ല അത് ഞാൻ രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ജനറേറ്ററിൻ്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെക്കുറിച്ചും പറയാറുണ്ട്, ശ്രീനിയെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷെ കഥയുടെ ഒരു ധാരണയുള്ളതുകൊണ്ട്, ഒരു വൺ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന ഓരോ സീനിൻ്റെയും കണ്ടന്റ് നമുക്കറിയാം. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷെ അതങ്ങ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായിപ്പോയി. ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കഥയേ ഇല്ല, പാട്ടുകളൊക്കെ അപ്പം വരിക, അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ സിനിമയൊന്നും കൂടെ ആലോചിക്കണം. ഞാനങ്ങനെ 7 പടങ്ങളിൽ അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റില്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് ഒരു ഗുണമുള്ളത്, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവൈലബിളാണ്, എല്ലാവരും ആ ലൊക്കേഷനിലുണ്ട്. അപ്പം ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റ് കൂടെയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 7 സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതൊക്കെ. അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. കമലിനും അതുപോലെ തന്നെ അല്ല എനിക്ക് വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ സിബി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിന് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല. എല്ലാം ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഡിസ്കഷൻ ഏകദേശം ഒരു കുറേ നാളുണ്ടാവും. ഒരു 5-10 മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻ പ്ലേ കറക്റ്റായിരിക്കും. 1 ലൈൻ എന്ന് പറയില്ല, നമ്മൾ 1 ലൈൻ പക്കായിരിക്കും. ഈ 1 ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും 1 ലൈൻ വെച്ചിട്ടായിരിക്കും. സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനിയെ സംബന്ധിച്ചോളം ശ്രീനി ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മയും കാര്യങ്ങളാണ്. അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ മറന്നത് പോലും ശ്രീനി ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്. നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും, ഡയലോഗ്സിലെല്ലാം വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്ത ഒരു സിനിമയുണ്ട്. കാരണം ചമ്പക്കുളം തച്ചനാണ്. ചമ്പക്കുളം തച്ചനിൽ ഇതേപോലെ 1 ലൈൻ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ ഇതായി സോങ് ഒക്കെ ഇത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അടക്കം എത്തി. ശ്രീനിവാസൻ വേറൊരു പടത്തിൽ പുള്ളി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടം, അവിടെ ഹെൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് പുള്ളി എത്തിയത്. നല്ല പനിയായിട്ട് വരണത്. അത് കിടന്നുറങ്ങി. എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക, ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണെന്ന്. പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ് തുടങ്ങേണ്ട പടമാണ്. അതിൽ മധുസാറ്, കെആർ വിജയ, രംഭ, അന്ന് രംഭയല്ല അമൃത എന്നാണ് പേര്, അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനിൽ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ശ്രീനിയുടെ കഥയാണെന്ന് ആലോചിക്കണേ, കഥ എന്താണെന്ന് എന്നോട് ചോദിക്കുക. ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ 1 ലൈൻ വായിക്കണം. 1 ലൈൻ എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ട്, ശ്രീനിയുടെ പെട്ടിയിൽ ഇരിക്കേണ്ട കോപ്പി. ഞാൻ ആ കോപ്പി വെച്ചിട്ട് 1 ലൈൻ ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞ സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സംഭവിക്കും. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തു. ഇപ്പോൾ സിബിക്കറിയാം, സിബിയും പല പടങ്ങളും അങ്ങനെ ആയിരിക്കും, സോങ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യാം. കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം. സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിൻ്റെയും ലോഹിദാസിൻ്റെയും പടങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങുക. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ട്രാക്കിലായി എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്, സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീന് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാറിൽ പോകുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിൽ സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ട അന്നത്തെ ദിവസം. അല്ലെങ്കിൽ അന്ന് ലാൽ ജോസും ദിലീപൊക്കെ എൻ്റെ അസിസ്റ്റൻസാണ്. ഇവരയക്കും, ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീനും കൊണ്ട് വരും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ജഗദീഷിനും പറയാനുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ. ഇതിനോട് ചേർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം, അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. 1 ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകളുണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാന്ന് ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും. അതേ അവസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി. ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും, ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല.
ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇത് ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല പിന്നല്ലേ. അപ്പം ലോഹി അങ്ങനെയാണ്, ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല. ലോഹിക്ക് സീൻ നമ്പർ 2 എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ 61 എഴുതി കൊടുക്കാൻ പറ്റില്ല. 2, 3, 4 അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് 5 കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല, വേറെ രീതിയിൽ പോകും. 7 വേറെ രീതിയിൽ പോകും, 8 വേറെ രീതിയിൽ പോകും. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനില്ല, രണ്ടുപേരും പ്രതിഭകളാണ്. അങ്ങനെ അല്ല, ലോഹിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പെടല് ഞാൻ പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പം അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്. അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ലോഹി ഇന്ന് എടുക്കുന്നത് ജോണിയും ലാലും അലക്സും അല്ല മോഹൻലാലും ജോണിയൊക്കെ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ തലേദിവസം പറഞ്ഞ് ജോണി എഴുതി തന്നു. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ച് റെഡിയായി പോകാൻ നേരത്ത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കാടൻ ജോസിൻ്റെ മകള് 485 രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും, ആ കുട്ടി വന്നൊരു 485 രൂപ തന്നിട്ടുണ്ടെന്ന് പറയും. ഈ 485 രൂപയുടെ കണക്ക് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേണുവിൻ്റെ വീടിൻ്റെ അടുത്തൊരു ബൂത്ത് ചെയ്തിട്ട് ലോഹി എന്താണ് ഈ 485 രൂപ? ഞാൻ ലാലിൻ്റെ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ലാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ STD ബൂത്തിൽ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു. അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ്. പക്ഷെ അവൾക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്ന ഇങ്ങനത്തെ പെടൽ കറക്റ്റ്. മൊബൈൽ ഫോണും ഇല്ല ഒരു ആ കാലത്ത്. അതെ അതെ, പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ ലോഹിയുടെ. അല്ല, അന്നത്തെ സിനിമയുടെ മൊത്തം രീതികൾ അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒരു മിറാക്കിളായിരുന്നു. ആ പടങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായിട്ടുണ്ട്. പലതും 10-20 ദിവസം കൊണ്ടൊക്കെ തീരുന്നല്ലേ. പിന്നെ അതാണ് 20 ദിവസം 25 ദിവസത്തെ ഒരു പടം തീരുമല്ലേ. ഈ കാതോട് കാതോരൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്ത് കാണും? അതിലൊരു 40 ദിവസം ഉണ്ടായിരിക്കും അല്ലേ. 2 ഷെഡ്യൂളൊക്കെ 2-3 ഷെഡ്യൂൾ. അത് സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് അല്ലേ. അത് കുറച്ച് സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പറയാൻ അതിനും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കൊടൈക്കനാലിൽ ഒരു 15 ദിവസത്തെ ഷെഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ പിന്നെ അതിരമ്പള്ളി ചാലക്കുടി ഷൂട്ട് ചെയ്തത്. ചാലക്കുടിയിൽ ഏകദേശം അത്ര ദിവസം ഉണ്ടായിട്ടുള്ളൂ, 15 ദിവസം ഉണ്ടായിട്ടുള്ളൂ. 15 ദിവസം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് പാച്ച് വർക്കുകൾ പറയാം, സോങ്ങിൻ്റെ കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോൺ പോളും ഭരതേട്ടനും കൂടിയും ആദ്യം ഒരു ഡിസ്കഷനിൽ ഇരുന്ന് വിജയകുമാരയിൽ ഓർമ്മയുണ്ടാവുമായിരിക്കും. വേറൊരു കഥയായിരുന്നു. വേറൊരു കഥ കുറേ ദിവസങ്ങൾ കുറേ മുന്നോട്ടുണ്ടായി. അത് ഔസേപ്പച്ചനായിട്ട് ഇരുന്ന് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഭരതേട്ടൻ പറഞ്ഞത് അത് വർക്കാവില്ല, നമുക്ക് കഥ മാറ്റാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറിയൊരു ഐഡിയ ആണ് അങ്കിള് പറഞ്ഞതാണ്. അത് ഡെവലപ്പ് ചെയ്തപ്പോഴേക്കും മമ്മൂക്കാട് ഡേറ്റായി, സരിത അന്ന് വലിയ നായികയാണ്, അവരൊക്കെ ഡേറ്റുമായി. ഇത് ഷൂട്ടിംഗ് തുടങ്ങുകയും വേണം. പിന്നെ കമ്പോസിംഗ് ഒക്കെ തന്നെ അങ്ങനെയാണ് നടക്കുന്നത്. അത് ഔസേപ്പച്ചൻ്റെ ആദ്യത്തെ പടമാണെന്ന് ആലോചിക്കണം. ആ പാട്ടുകളൊക്കെ തന്നെ ഭരതേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റും വളരെയധികം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷനും സിബിക്കൊക്കെ കൂടുതൽ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഡയറക്ടറും തിരക്കഥാകൃത്തും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ എടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ നിർമ്മാതാവും അവരെ കോൺഫിഡൻസിൽ എടുക്കും. ഇത് ജോൺ പോളും ഭരതനുമാണ്, അവർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മമ്മൂട്ടിക്കുണ്ടത്. ആർട്ടിസ്റ്റിന് അന്ന് ആ പ്രശ്നമില്ല. ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതേപോലെ കഥ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കണവരെ പ്രശ്നങ്ങളൊന്നും അന്നില്ല. കാരണം വെച്ചാൽ ഇവരെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഈ ഡയറക്ടറെയും ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് ഡയറക്ടറെയും തിരക്കഥാകൃത്തിനെയും വിശ്വാസത്തിലെടുക്കുന്ന ഒരു കാലത്തിലായി കൂടെയാണ് സിനിമ കടന്നുപോയത്. പക്ഷെ പറഞ്ഞൊരു കാര്യം, ഇന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യത്തിൽ പർട്ടിക്കുലറായിട്ട് കഥ നേരത്തെ കേൾക്കണം, തിരക്കഥ ആദ്യം വായിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം. വിശ്വാസം എന്നതിനപ്പുറം അതിര് കവിഞ്ഞ വിശ്വാസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഭരതം. പ്ലാൻ ചെയ്തിരുന്ന കഥ എന്ന് പറയുന്നത് അത് ഒരു പൈങ്കിളി കഥ എന്ന ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കഥയുമായിട്ട് വളരെയധികം സാമ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസം മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഭരതം എന്ന കഥ പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം സിബി ഷൂട്ട് ചെയ്യുകയാണ്. അതിന് 7 Arts വിജയകുമാർ ഡിസ്ട്രിബ്യൂട്ടറാണ്, മോഹൻലാൽ പ്രൊഡ്യൂസറാണ്, ലോഹിദാസ് റൈറ്റർ, സിബി ഡയറക്ടർ.
അപ്പോൾ ഇവരുടെ എല്ലാം പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പോലും സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പാട്ട് ഷൂട്ട് ചെയ്യാം. ഇത് പാട്ടുണ്ടോന്ന് അറിയത്തില്ലല്ലോ. പാട്ട് പോലും ഇല്ലാതെ അല്ല, എനിക്ക് തോന്നുന്നു ഓൾറെഡി 2 സോങ് നമ്മൾ റെക്കോർഡ് ചെയ്തു വേറെ കഥയ്ക്ക് വേണ്ടി. മറ്റേ കഥയ്ക്ക്. അപ്പോ ഇത് പുതിയ കഥ ഏതാണെന്ന് അറിയില്ല. എങ്ങനെ അല്ല 3 ദിവസത്തെ ഗ്യാപ്പ് ആയിരുന്നു. അപ്പോ അതിന്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ ലാലിനെയും വിജയകുമാറിനെയും എൻ്റെ മുറിയിൽ മോഹനുണ്ട് 3 പേരെയും എൻ്റെ മുറിയിൽ വിളിച്ച് കഥ കുറ്റിട്ടിട്ടാണ് പറയുന്നത് ഇതാണ് ഒരു സംഭവം, കഥ മാറാൻ പോവാണ്. രാവിലെ പൂജ കഴിഞ്ഞു. പിന്നെ അപ്പോ സിബി തന്നെ പറഞ്ഞു, ലോഹി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പറഞ്ഞ് ഒരു 3 days ബ്രേക്ക് നമ്മൾ എടുക്കുന്നു. കാരണം ഹോൾ യൂണിറ്റ്, ഹോൾ ആർട്ടിസ്റ്റ് എല്ലാം അസംബിൾ ചെയ്ത് പൂജയും കഴിഞ്ഞു, ഷൂട്ടിങ് തുടങ്ങാൻ പോകല്ലേ. അപ്പോൾ എല്ലാവരും ഒരു 3 days വെയിറ്റിങ്ങിലായാൽ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോഴങ്ങനെ അസിബി പറഞ്ഞു ഞങ്ങൾക്കൊരു ഉച്ചയ്ക്ക് പോകണം. പിന്നെ ഒരു അതിനൊരു ഞാൻ 4 മണിക്കൂറാണ് ചോദിച്ചത്. അല്ല, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ 3 days ടൈം എടുത്തേക്കാം. നിങ്ങൾ പോയില്ലേ ആലുവയ്ക്ക്? നിങ്ങൾ രണ്ടും കൂടെ ഇല്ല അന്ന് സംഭവിച്ചു. അന്ന് പത്മനാഭ സാർ മരിച്ചു. ആ ദിവസമാണ് പത്മനാഭ സാർ മരിച്ചത്. അങ്ങനെ 2 ദിവസം നമ്മൾ ഡിലേ ചെയ്ത് ആരും അറിഞ്ഞില്ല. നമ്മൾ എല്ലാവരും അതിന്റെ പുറകെ നമ്മൾ 4 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാൻ അതെ ലാലപ്പ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ പത്മനാഭ സാർ മരിച്ചോണ്ട് പിന്നെ ലാല് പോയില്ല. ഞാൻ ഒരുപാട് കഥകളും പ്രചരിച്ചിട്ടുണ്ട് കേട്ടോ. അക്കരെ 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 എന്ന് പറഞ്ഞ പടത്തിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മോഷണം പോയി, കളവ് പോയി. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ബോക്സ്, അതെ, സ്ക്രിപ്റ്റ് പിന്നെ ലഗേജ് എത്താൻ വൈകി. ടോട്ടലി പോയോ? പക്ഷെ അതിന്റെ കോപ്പി ഉണ്ടായിരുന്നു. കോപ്പിയൊന്നുമില്ല. ഒരു എന്തോ ചോദ്യം വന്നു, ചോദിച്ചു. അല്ല, ഈ കത്തുകളുടെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പ്രത്യേക ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്, ഇല്ലേ? മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്. അത് മമ്മൂക്കയുടെ തിരക്ക് കാരണം അന്ന് അങ്ങനെ എങ്ങനെയാണ് സമ്മതിച്ചതെന്ന് അറിയില്ല. അതെന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർ തമ്മിൽ അത്ര ബന്ധമുണ്ട്. അപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ശ്രീനിവാസൻ സ്ഥിരം സന്ദർശകനും അങ്ങനെ ആയിരിക്കണം ഈ കത്തുകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഞാൻ തിരുവനന്തപുരത്താണല്ലോ. ഓക്കെ. ആരുടെ ചോദ്യം? അല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസറൊക്കെ ആദ്യം പറയുന്നത് ഇത്ര റോള് ഫിലിമുള്ളൂ കേട്ടോ, അതിൽ പണം തീർക്കണം എന്നുള്ള ഇത്. ഫിലിമിന് ഭയങ്കര വിലയാണ്, കിട്ടാനും ഒക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ്. പിന്നെ അന്ന് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ ആകാനായിട്ട് ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി. ഡയറക്ടർ പറയാണ് ടേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനും ഓക്കെയാണ്, ക്യാമറാമാനും ഓക്കെയാണ്. പിന്നെ ക്യാമറാമാൻ മാത്രം വല്ല ലൈറ്റിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസത്തിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻ എന്നുള്ള പരിപാടിയില്ല. ഇപ്പം ഞങ്ങൾ സ്ക്രീനില്ലെങ്കിൽ പോലും രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഷോട്ട് എടുത്തിരിക്കും, ആർട്ടിസ്റ്റും വന്നിരിക്കും. ഇതിപ്പോൾ കുറ്റമായിട്ട് പറയില്ല, ആർട്ടിസ്റ്റ് വന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റായിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല. ഇപ്പം ഇന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാണ്, അല്ലേ? ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റിനേക്കാളും വിവരമുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ. എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരുന്നുണ്ട്. അതൊക്കെ പല കാരണങ്ങളാണ്. പിന്നെ സിനിമ അന്ന് അങ്ങനെയാണല്ലോ, അല്ലേ? ഈ സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ഏകദേശം എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാന ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആസിക്ക് ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് വന്നിട്ടുണ്ട്.
9 വരെ വന്നിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ 2 മണി വരെ വന്നിട്ടുണ്ട്. 2 മണിക്ക് ശേഷം വീണ്ടും 8 മണിക്ക് തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ വന്നൊരു നമുക്കൊരു പ്രോപ്പർ പ്ലാനിൽ പോകേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആസിക്ക ഉൾപ്പെടെ എല്ലാവരോടും, ഇവിടെ ഇല്ല ആസിക്ക ഉൾപ്പെടെ എല്ലാവരോടും, ഇന്ന് എത്താൻ പറ്റിയില്ല സാർക്ക്. സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ ഇന്ന് വേറൊരു നേരത്തെ ആയിട്ടൊരു പ്രോഗ്രാം ഇല്ലാതെ വരാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയാണ്. അതെ അതെ, ഒന്നുമില്ലല്ലോ. അതൊക്കെ നമുക്ക് റിസ്ക്കാണ്. കാരണം നേരത്തെ കമൽ പറഞ്ഞതുപോലെ മോണിറ്റർ ഇല്ല. നമുക്കപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടറും ക്യാമറമാനും മാത്രമേ കാണുന്നുള്ളൂ. ഡയറക്ടർ പോലും റിഹേഴ്സലായിരിക്കും ഒരു പക്ഷേ ക്യാമറയിൽ കൂടെ കാണുന്നത്. ടേക്കിലേക്ക് പോകുമ്പോൾ ക്യാമറമാൻ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ഫ്രെയിം കാണുന്നത്. അപ്പോൾ ഡയറക്ടറുടെ ഒരു ശ്രദ്ധയിൽ പതറിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ലൈറ്റ് മാറ്റുന്നുണ്ട്, ലൈറ്റ് ബോയ്സ് ഉണ്ട്, ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അവിടെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അഭിനയം വിലയിരുത്തണം. മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നമ്മുടെ സാധാരണ കണ്ണിൽ കൂടെ തന്നെയാണ് നോക്കും. നമുക്കൊരു മോണിറ്റർ ഇല്ല, ഒന്നുമില്ല. കമൽ പറഞ്ഞതുപോലെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പിന്നെ തർക്കമില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ക്യാമറമാനെ ചോദിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കും. അവർ ഓക്കെ പറഞ്ഞാൽ എനിക്ക് ആ ഷോട്ട് ഓക്കെയാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് ഇത് സംഭവിക്കുന്നത് ഷോട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും വന്നിരുന്നിട്ട് ഇത് കാണുകയും ഇത് ഓരോരുത്തർക്കും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും ചായ കൊണ്ടുപോകുന്ന പയ്യനും വേണം ഒരു അഭിപ്രായം, വേണം ഒന്നുകൂടെ എടുത്തോ സാറേ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പിന്നീട് ഇത് കറക്റ്റാണോ, ഇതിനകത്തൊരു ഗ്ലെയർ വന്നോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ആരെങ്കിലും തലയോ കയ്യോ ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത് ഇത് ലാബിൽ പോയി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് എടുത്ത് നമ്മൾ റഷസ് കാണുന്ന സമയത്ത് അപ്പോഴത്തേക്ക് 1 മാസമൊക്കെ കഴിഞ്ഞിരിക്കും. ആ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്തെങ്കിലും കറക്ഷനോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന്. അതിന് പക്ഷേ റീടേക്ക് ഒന്നും സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ വിധത്തിൽ അത് മാനേജ് ചെയ്ത് പോവുകയേ ചെയ്യാറുള്ളൂ. അതെ, മേജർ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റുകൾ സഹകരിക്കാറുണ്ട്. എന്തെങ്കിലും രീതിയിൽ ക്യാമറ ടെക്നിക്കലായിട്ട് ഇതാണ്. സിബി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ എൻ്റെ ഇടയിൽ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ ക്യാമറാമാൻ ടേക്ക് സമയത്ത് ക്യാമറയിൽ കൂടി കാണുന്നു, വ്യൂ ഫാൻറ്ററിൽ കൂടി കാണുന്നു, ഡയറക്ടർ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നു. പക്ഷേ ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ മിക്കവാറും ആ ഫ്രെയിം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും നിൽക്കുന്നുണ്ടെങ്കിലും. പക്ഷെ നമ്മളിപ്പോൾ ഒരാളുടെ ആർട്ടിസ്റ്റിൻ്റെ ക്ലോസപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസപ്പിൽ നമ്മളത് മനസ്സിൽ അല്ലേ, ഈ ക്ലോസപ്പിലാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ മോഹൻലാലിൻ്റെ ഫേസിലേക്ക് ആയിരിക്കും സിബി അങ്ങനെ ഫേസിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് റിയാക്ഷൻ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ തന്നെ പറയും റീടേക്ക് വേണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാവരും മൈക്കിലൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത്. ഷാർട്ടും കട്ടും ആക്ഷനും കറക്ഷൻസും ആർട്ടിസ്റ്റുകൾക്കുള്ള റെഫറൻസുകൾ അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മൈക്കിലൂടെ പറയുന്നുണ്ട്. ഒരു ക്രൗഡിന് നടക്കുന്ന ഒരു വളരെ സീനിയറായിട്ടുള്ള ആക്ടറോട് അങ്ങനെ പറയുന്നത് ഒരു ഇൻസൾട്ടാണ്. കാരണം ഇത്ര ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും അഭിനയിക്കുന്നത്. ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് ചെന്നിട്ട് അവരും നമ്മളും മാത്രം കേൾക്കുന്ന രീതിയിൽ ഇപ്പോഴും പറയാറുള്ളൂ. അവർ ചെയ്തതിൽ കറക്ഷൻ എന്നുള്ളത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. എന്താണ് അയാൾക്കൊരു കുഴപ്പമുണ്ട്, അയാൾ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ള നിർബന്ധം നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഒരുപാട് നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയാണ്, ക്യാമറമാനെ വിശ്വസിക്കുകയാണ്. ക്യാമറമാൻ ഫോക്കസ് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലെയർ ഇല്ല എല്ലാം ഓക്കെ എന്ന് പറയുന്നത് പരസ്പരം ഒരു വിശ്വാസമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഒരു സെറ്റിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞത് ഈ മിസ്റ്റേക്ക് തിരിച്ചറിയുമ്പോഴത്തേക്കും സെറ്റ് പൊളിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഷോട്ട് മാറ്റിയെടുക്കേണ്ട നിർബന്ധമുള്ള അവസ്ഥയാണെങ്കിൽ അതിൻ്റെ വീണ്ടും ഒരു ചെറിയ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കുന്നത്. ഇന്ന് CG ഒന്നും ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ അത് എളുപ്പമാണ്, ബാക്ക്ഗ്രൗണ്ട് CGയിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ആ പ്രായത്തെ CGയിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണല്ലോ. മുമ്പാണെങ്കിൽ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ ചർച്ച ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഡയറക്ടർ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ ഇവരൊക്കെ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസം, അത് നൽകുന്ന ആത്മധൈര്യം കൊണ്ടാണ് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളുടെ ഉത്തരം ഓടിച്ചെന്ന് നിൽക്കുന്ന സ്ഥലം ഈ ഒരു വിശ്വാസത്തിലും ആത്മധൈര്യത്തിലും ആണ്. രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രം, ജോഫിൻ ആദ്യം പറഞ്ഞ കഥയിൽ നിന്നും ഇന്ന് നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു സിനിമ എത്തുന്നതിലേക്ക്
പുതിയ കാലത്തെ ഒരു സംവിധായകൻ, നമ്മുടെ ജോഫിനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധായകൻ അത്തരത്തിലൊരു കഥയുമായിട്ട് വരുമ്പോൾ പ്രേക്ഷകരോടൊപ്പം തന്നെ ഈ നമ്മൾ ലെജൻസ് എന്നാണ് ഈ ഒരു പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇവരെല്ലാം അന്നൊക്കെ പരസ്പരം കാണിച്ചിരുന്നത് പോലെയോ അതിനപ്പുറമോ ഉള്ളൊരു വലിയ വിശ്വാസം ഈ തിരക്കഥയോടും ഈ സിനിമയോടും കാണിച്ചതുകൊണ്ടാണ് ഈ സിനിമ ഇത്തരത്തിൽ സാധ്യമായത്. അതിന് ഇവിടെ എത്തിയിരിക്കുന്ന അല്ലേ ഇവരോടും പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ ഇപ്പോൾ സാധ്യമായത്. അതിനൊരുപാട് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സിനിമയുടെ ആദ്യ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒപ്പം ഓടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതിപ്പോൾ വേണു സാറിൻ്റെ ഒപ്പം ഉള്ള കാവ്യ ഫിലിംസിൻ്റെ ഗോപേട്ടൻ ഉൾപ്പെടെ, അഖിൽ ഉൾപ്പെടെ, ഷിബുചേട്ടൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, അവർ ആദ്യ ദിവസങ്ങൾ മുതൽ ഇന്ന് വരെ എൻ്റെ ഒപ്പം എല്ലാ ദിവസവും ഫോണിലും പരിപാടിയൊക്കെ ആയിട്ട് അവർ ഫുൾ ടൈം ഈ സിനിമയോടൊപ്പമാണ്. അവരോട് ഞാൻ പല സമയങ്ങളിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ നന്ദി ഞാനിപ്പോൾ പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഈ സിനിമ ഇപ്പോൾ 11ാമത്തെ ദിവസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവർക്കും നന്ദി. അല്ല, എനിക്ക് പറയാനുള്ളത്, കാരണം ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്നത്. കാരണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാറി നിന്ന് കാണാൻ പറ്റില്ല. സംവിധായകൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു എഡിറ്റർ, അതിന് ഓരോന്നും ഇൻ്റർപ്രിട്ടേഷനാണ്. ആത്യന്തികമായി സംവിധായകൻ്റെ മനസ്സിലാണ് ഈ സിനിമയുള്ളത്. ഇപ്പോൾ കഥാകൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ കൺസീവ് ചെയ്യുന്നത് സംവിധായകൻ തന്നെയാണ്. സ്ക്രീനിൽ എങ്ങനെയാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സംവിധായകൻ തന്നെയാണ്. അത് അങ്ങനെ വരുത്താൻ എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു എഡിറ്റർ ചിന്തിക്കും, ഒരു നടൻ ചിന്തിക്കും. എൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് നിങ്ങളുടെ വിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും എനിക്കെങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നൊരു നടൻ ചിന്തിക്കും. നിർമ്മാതാവ് സംവിധായകൻ്റെ വിഷൻ എങ്ങനെ അവതരിപ്പിക്കാൻ, അതേ രീതിയിൽ അവതരിപ്പിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും സംവിധായകൻ്റെ വിഷൻ അനുസരിച്ചാണ് നീങ്ങുന്നത്. ആ വിഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാവും. അവിടെ എഡിറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള എഡിറ്റർ അത് ആ വിഷൻ തന്നെ, ഈ സീൻ ഞാൻ ഇങ്ങനെ ഷോട്ട് ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്ത് കാണിക്കട്ടെ, അപ്പം എൻ്റെ വിഷൻ കുറച്ചുകൂടെ ബെറ്ററായി, അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്തൊരു വലിയ റോളുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അതിൻ്റെ നമ്മളിപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് തന്നെ പല പ്രേക്ഷകരും ചോദിച്ചു, ഇപ്പൊ മനോജ് കെജയൻ ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചൊരു കാര്യം, ഇങ്ങനൊരു സംഭവം ആ ലൊക്കേഷനിൽ നടന്നിട്ടുണ്ടോ, ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകരെ അടുത്ത് എത്തിക്കാൻ, അങ്ങനെ സംശയം എത്തിക്കാൻ ജോബിനും അതിന്റെ തിരക്കഥാകൃത്തിനും കഴിഞ്ഞു. അപ്പൊ കമൽ സാർ അതിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്ന അത് ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സ്ക്രിപ്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ചർച്ചയുള്ളത്. എന്താണ് സാറിന്റെ? അല്ല, എന്നെ ഇത് പടം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചത് ചോദ്യം തന്നെയാണ്. അങ്ങനെ വല്ല സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കറിയില്ല. ഇവരൊന്ന് ആദ്യം കഥ പറയും. ഈ ആടുജീവിതവും മഞ്ഞുമലും ഒക്കെ ട്രൂ സ്റ്റോറി അവസാനം കാണിക്കുമല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, ഇത് ട്രൂ സ്റ്റോറി ആയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഇത് പാരലൽ ഹിസ്റ്ററി. അതെ, ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. ഇതിനകത്ത് സംഭവം എന്താ വെച്ചാൽ പലരും എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പം നേരത്തെ ഇവിടെ ചോദിച്ചില്ല. ആ ചോദ്യത്തിൻ്റെ ഒരു സംഭവം വെച്ചാൽ കഥ പറയുമ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സത്യം പറയണത്, നിങ്ങൾ വന്നിട്ട് പറയുമ്പോഴും എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തമാശയിട്ട്, കാരണം നമുക്കിത് പരിചയമില്ലാത്ത കാര്യമാണല്ലോ അഭിനയിക്കൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനായിട്ട് വന്ന് പിന്നെ ആൻറ്റോം വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആശങ്കയോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു ആഡ് ചെയ്തിട്ട് പറയുകയാണ്. കാരണം പുതിയ ജനറേഷൻ്റെ സിനിമയിലാണ് ഇവർ തുടങ്ങുന്നത്. ലേറ്റായിട്ടായിരിക്കും തുടങ്ങുക. എന്നോട് 9 മണിക്ക് എത്തണമെന്ന് ഷിബു വിളിച്ച് പറഞ്ഞു. ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്തി അവിടെ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി. ഇവർ എൻ്റെതല്ല, വേറെ സീൻ എടുക്കാനുണ്ടായിരുന്നു. ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം. അപ്പം തന്നെ എനിക്ക് അത്ഭുതമായി, ഇവർ കറക്റ്റായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ.
അപ്പോൾ നമ്മൾ കേട്ട കഥകളൊക്കെ വെറുതെയാണ്, ഇവരൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഡയറക്ടർ കുറേ പടം ചെയ്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമറ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു ഇതെനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും നമ്മളിവർ ഡീൽ ചെയ്യാന്നുള്ളത്. പക്ഷെ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്നു, ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഷോട്ട് പറഞ്ഞു തരികയും, ഞാൻ ഇത്രയും പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്, സാധാരണ നിലക്ക് അല്ലേ ജൂനിയർ എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നില്ല, ഇവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഡയറക്ടർക്കും അതെ, അതിൻ്റെ തിരക്കഥാകൃത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു, ക്യാമറാമാനും ബാക്കി ക്രൂ ഈവൺ അസിസ്റ്റൻസും എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഭയങ്കര പ്രതീക്ഷ തോന്നിയ സിനിമയിൽ. ശരിക്കും അഭിനയിക്കാൻ ക്യാമറ മുമ്പിൽ വരണം അതിന്റെ കോൺഫിഡൻസ് ജോഫിന്റെ ആദ്യത്തെ പടത്തിലും നമുക്ക് 22-ലല്ലേ പ്രീസ്റ്റ് വരുന്നത്, നമ്മുടെ 21 പ്രീസ്റ്റ് വരുമ്പം 21 ഭയങ്കര ആധുനിക കാലമാണെങ്കിലും തൊപ്പി, താടി, വടി, പട്ടിയൊക്കെ ഉള്ള ഒരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക. അതിന്റെ കൂട്ടത്തിൽ സാനിയ അയ്യപ്പന്റെ ക്യാരക്ടറിനെ മമ്മൂക്കയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റൂല. ഒരു കൊച്ചിന്റെ മേത്തുനിന്ന് മഞ്ജു വാര്യർ തിരിച്ച് പുറത്തേക്ക് ആടിയിട്ട് നേരെ നിന്ന് ഡയലോഗ് പറയുന്നു. ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പം ഇവൻ പറയുമ്പോൾ ഇതെങ്ങനെയാടാ ഇതൊക്കെ ഈ കാലത്ത് നടക്കുമെന്ന് നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുന്നു. അല്ല, ജോഫിനോടും രാമനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട്. കാരണം സിനിമയിൽ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനാണ്. ഇതിൽ അല്പം സെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കൂടെ, വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൂടെ വിവേക് എന്ന് ചോദിക്കുന്ന തരത്തിൽ അല്പം ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ആ ക്യാരക്ടറാണ് വേറെ ഒരാൾക്കും ഈ സിനിമയെ കൊടുക്കാനും പറ്റത്തില്ല. കാരണം അത് ജഗദീഷ് ഏട്ടൻ എഴുതിയ ആ പരിപാടിയിലായി പോയി. പിന്നെ അത് മാത്രമല്ല, പഴയ അപ്പുകുട്ടനല്ലല്ലോ ഇപ്പൊ ജഗദീഷ്. ജഗദീഷ് വളരെ സീരിയസ് ആയിട്ട് റോളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കാരണം പിന്നെ എല്ലാ സിനിമയ്ക്കും ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ട്രെയിലർ കാണിച്ചിട്ട് നിർത്തും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് ജോഫിൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ഞങ്ങളുടെ സെക്കൻഡ് പാർട്ടിന്റെ ചോദ്യം ചോദിച്ച നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു.